സങ്കീർണമായ മനുഷ്യൻ്റെ ആധുനികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടമ്പടിയിൽ ദൈവം സമാധാനം കൊടുക്കുന്ന കാരണം നമ്മളത് എല്ലാം തരംതിരിച്ച് സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അപ്പ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പ് ചെയ്തത് ഗാട്ടാ ഗുസ്തിക്കാരത്തിയാണ്. ഗാട്ടാ ഗുസ്തിക്കാരത്തിയുടെ സാക്ഷ്യമാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താ കാര്യം, ആ മേഖലയിൽ സ്പോർട്സിൻ്റെ മേഖല നമുക്കറിയാമല്ലോ. ദൈവത്തിന് ഇന്ന മേഖലയെന്നില്ല. ദൈവത്തിന് എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. എല്ലാ മേഖലയും ദൈവത്തിന് പ്രത്യേകം കൽപ്പന തന്നിട്ട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ഈ എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അതിനകത്ത് തിന്മ ചെയ്യാനുള്ള പ്രവണത മനുഷ്യനുള്ളത് കാരണമാണ് തിന്മയുടെ ചില ചാപ്റ്റർ തന്നിട്ട് അതൊഴിച്ച് എന്ന് പറയണത്. ഇപ്പോൾ വ്യഭിചാരം എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വ്യഭിചാരം ചെയ്യാവില്ല, പറ്റത്തില്ല. കക്കാവ പറ്റത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വിശുദ്ധിയുടെ വിഷയമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ പാപമാകുന്നത് എന്ന് വെച്ചാൽ അത് കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. കർത്താവിൻ്റെ വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും മനസ്സിലാകുന്ന വചനം, ഇപ്പോൾ നമ്മൾ 10 കൽപ്പനകൾ, ഇപ്പോൾ കഴിഞ്ഞ ഇത് രാവിലെ ഒരു പ്രശ്നമുണ്ടായി. രാവിലെ ബഹുമാനയുടെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രഭു അച്ഛൻ. അപ്പോൾ പ്രഭു അച്ഛൻ കുർബാന അർപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുർബാന സ്വീകരിച്ചു. ഞാനവിടെ മുട്ട നിന്നപ്പോൾ ഈശോ ഒരു ഡെന്തൽ കളറിലുള്ള ഒറ്റ ഉടുപ്പ് ഇട്ടിരിക്കുന്ന ഒരു കോർദ് ഈ ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അരക്ക്. പക്ഷേ ഈശോ നമ്മൾ ചുവപ്പ് മേലങ്കിക്ക് പകരം ഈശോ ഇട്ടിരിക്കുന്നത് വയലറ്റ് മേലങ്കിയാണ്. അപ്പം വയലറ്റ് മേലങ്കി ഇട്ട് ഇങ്ങനെ ഈ ഒരു ദർശനമാണത്. കുർബാന സ്വീകരിച്ചപ്പോൾ കിട്ടിയ ദർശനമാണ്. വയലറ്റ് മേലങ്കി ഇട്ടിട്ട് നല്ല രസമാണ് ആ വയലറ്റ് മേലങ്കി കിടക്കണത് കാണാൻ. പക്ഷേ ഈശോ മുഖം അത്ര രസമല്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രൂക്ഷമായി എന്തോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കാവുന്ന കാരണം ഞാൻ പെട്ടെന്ന് ജോമലെടുത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വിശ്വാസപ്രമാണത്തിൽ ബൈബിളിൽ ഈശോ എന്താ സംസാരിച്ചെന്ന് അറിയണ്ടേ, നമുക്ക് ശബ്ദം കേട്ടില്ലല്ലോ. അപ്പോൾ ദർശനം ഓക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പെട്ടെന്ന് വിശ്വാസപ്രമാണത്തിൽ വചനം ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കുത്തി ജോമലിന് കൊടുത്ത് പറഞ്ഞ് എനിക്ക് കണ്ണത്തേക്ക് പ്രശ്നമില്ല, കന്നഡയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് വായിച്ചു കൊള്ളാൻ പറഞ്ഞു. ആ വായിച്ച ഭാഗം ആണ് ഈശോ ഇന്ന് സംസാരിച്ചത്. ആ വായിച്ച ഭാഗം എടുത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജോയൽ 2:17. ആ ജോയൽ 2:17 ആണ് ഇപ്പോൾ കുത്തിയപ്പോൾ കിട്ടിയത്. ആ സമയത്ത് വായിച്ചോളൂ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ വരുന്ന കണക്ഷൻ എന്ന് വെച്ചാൽ കർത്താവ് തിരിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലൊരു വിഷയം തന്നായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന്. അപ്പം അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു ഈ കർത്താവ് തിരിയണ സമയത്ത്. അപ്പോൾ അഹ്റോൻ്റെ അവകാശം എന്ന് വെച്ചാൽ പുരോഹിതൻ. ഇപ്പോൾ ഞങ്ങൾ 2 പുരോഹിതന്മാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ നിങ്ങളാണ് ഈ സമയത്ത് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങളാണ് കർത്താവിൻ്റെ അവകാശമെന്ന് കർത്താവ് പറയുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
നിങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയണത്. പുരോഹിതൻ ബലിപീഠത്തിന് ഭൂമുഖത്തിനെതിരെ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയണത്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ ധ്യാനത്തിൽ പറയാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ധ്യാനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യണം കണ്ടില്ലേ? എന്താ ഡൈവേർട്ട് ചെയ്യണത്? അതായത് എല്ലാ മേഖലകളും ദൈവത്തിൻ്റെതാണ്. എല്ലാ മേഖലകളും കൽപ്പനകൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെതാണ്. കൽപ്പനകളുള്ള സ്ഥലങ്ങൾ ദൈവത്തിൻ്റെതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ തിന്മയുണ്ടെങ്കിൽ തിന്മകളെ ഒഴിവാക്കിയാൽ മാത്രമേ ഉടമ്പടി വർക്കൗട്ട് ആകത്തുള്ളൂ. കൽപ്പനകൾ നൽകിയിട്ടുള്ള മേഖലകളുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, പിന്നെന്താണ്? കക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ കൽപ്പനകളുടെ എല്ലാത്തിനും അന്തർധാര എന്താണ്? ശ്രുതികളുടെ മക്കളെ, ശ്രുതികളുടെ ഹല്ലേലൂയ. കൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം. അല്ല വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ അങ്ങ് ഒഴിവാക്കുകയല്ല പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലെവയ പുസ്തകം 20:7. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലേവ്യർ 20:7. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. പറഞ്ഞേ, അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദിസ് ഈസ് ദ പോയിന്റ്. എല്ലാ കൽപ്പനകളും ഇപ്പം നമ്മൾ കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആ ഫങ്ഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ദൈവത്തെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾക്കറിയാം ലേവ്യർ 10:19-36. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലേവ്യർ 19:36. ശരിയായ തുലാസും ഏറ്റു പറഞ്ഞ ശരിയായ തുലാസും കട്ടിയും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അപ്പൊ ബിസിനസ്സുകാരെ കുറിച്ച് പറയണതാണ്. എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? ശരിയായ കട്ടി ഉണ്ടാകണം. എന്താ കാര്യം? ശരിയായ കട്ടിയായപ്പോൾ നമുക്ക് 1 കിലോത്തിൻ്റെ കട്ടിയാണെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ പൊന്ന് തൂക്കണ ഇതാവും. ഇപ്പോൾ പൊന്ന് തൂക്കണ സ്ഥലത്തൊക്കെ മിനിമം നിയമം എന്താണ്? ക്ലീൻ ആയിരിക്കണം എന്നല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നമുക്ക് സ്വർണം തൂക്കി തരുന്ന സ്ഥലത്ത് ആ തട്ടത്തിൽ പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 പണയുടെ പൊടിയെങ്കിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു 2000 രൂപ ഞങ്ങൾക്ക് പോകും. അതാണ് പ്രശ്നം. പൊടി മതി. അതാണ് ശരിയായ കട്ടി എന്ന് പറയുന്നതിൻ്റെ കാര്യം. കട്ടി എന്ന് പറഞ്ഞാൽ ശരിയായ. ഇപ്പം നീ ഉടമ്പടി എടുത്തു, പക്ഷേ കച്ചവടത്തിൽ നീ കള്ളത്തരമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അത് എഫ് എന്ന് പറയുന്നത് എന്താണ്? അളവാണ്. എഫ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അളവാണ്. അളവിൽ കുറവ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോഴേ ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാനാണ് നിൻ്റെ കർത്താവ്, സത്യവും നീതിയും വിശുദ്ധിയുമുള്ള ദൈവം. ആ ദൈവത്തെ ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിന്മകളെ ഉപേക്ഷിക്കണം. കൈയിടിച്ച് കർത്താവിനെ ഞങ്ങളുടെ പ്രവർത്തികളിൽ സത്യം സംരക്ഷിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.